നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1 തീയതി മുതൽ 2025 ഡിസംബർ മാസം 31 വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസത്തിൽ ശത്രുക്കളുടെ ശല്യത്താൽ തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരും. വാക്കുതർക്കത്തിന് സാധ്യതകൾ നേരിടേണ്ടതായി വരും. ജോലിസ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാതെ വരികയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും വേണം. മക്കളുടെ പ്രവൃത്തികൾ വിഷമത്തിന് ഇടയാകും. മാതാവിന് വിദഗ്ധ ചികിത്സ വേണ്ടിവരും. മനപ്രയാസം ഉണ്ടാകുകയും പഠനത്തിൽ വിദ്യാർത്ഥികൾ അലസത പ്രകടിപ്പിക്കുകയും കേസുകൾ വേഗത്തിൽ ഒത്തുതീർപ്പാകുകയും സ്ത്രീകൾ മുഖേന സാമ്പത്തിക നേട്ടം വന്നു ഭവിക്കുകയും പുതിയ ജോലിയിൽ പ്രവേശിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയും വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം ലഭിക്കുകയും ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നും പണം ലഭിക്കുകയും വസ്ത്രവ്യാപാരികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം കണ്ടെത്തുവാൻ സാധിക്കുകയും ഓഹരിയിൽ നിന്നും ആദായം ലഭിക്കുകയും ഫലമാകുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സന്താന സൗഭാഗ്യം ഉണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും സ്വസ്ഥത കുറയുകയും സാഹിത്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലഘട്ടവും ആകുന്നു. പരിഹാരമായി കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും. ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനത്താൽ വസ്തുക്കൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. ഭാര്യ വഴി സമ്പത്ത് വന്നു ചേരുകയും ഫലമാകുന്നു. ആഭരണവും ധനവും നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. വിദേശത്ത് സ്ഥിരമായി താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ശത്രുക്കളുടെ നീചപ്രവൃത്തിയിൽ വലയും. വസ്തുവിൽ നിന്നും ആദായം ലഭിക്കുകയും സർക്കാർ ആനുകൂല്യങ്ങൾക്കായി കാലതാമസം നേരിടേണ്ടതായ അവസ്ഥയും ഉണ്ടാകും. മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതായി വരും. ആഭരണവും ധനവും നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. വിദേശത്ത് സ്ഥിരമായി താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ശത്രുക്കളുടെ നീചപ്രവൃത്തിയിൽ വലയും. വസ്തുവിൽ നിന്ന് ആദായം ലഭിക്കുകയും സർക്കാർ ആനുകൂല്യങ്ങൾക്കായി കാലതാമസം നേരിടേണ്ടതായി വരികയും ഫലമാകുന്നു. പരിഹാരമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്തുകയും ഭസ്മാഭിഷേകം നടത്തുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സൂക്ഷിച്ചു വേണം. വ്യാപാര മേഖലയിൽ പുരോഗതി ദൃശ്യമാകും. ജോലിഭാരം വർദ്ധിക്കും. വസ്തുവകകൾ വിൽക്കുവാൻ തടസ്സം നേരിടേണ്ടതായി വരും. പണം അനാവശ്യമായി ചെലവാക്കുന്നതിനാൽ കടം വാങ്ങേണ്ടി വരും. ആശുപത്രിവാസം വേണ്ടിവരും. സ്വത്തിനെ ചൊല്ലി തർക്കത്തിന് സാധ്യതയുണ്ടാകുകയും മക്കളുടെ വിദ്യാഭ്യാസത്തിനായി കടം വാങ്ങേണ്ടി വരികയും വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുകയും കലാകാരന്മാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി കൃഷ്ണന് കദളിപ്പഴം നിവേദിക്കുക.